ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ ഒരുപാട് സൺസ്ക്രീനുകൾ പല പല ബ്രാൻഡിൻ്റെയും നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ചിലതൊന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ സെറ്റായിട്ടില്ല, ചിലതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്കാവാതെ പോയത്, നല്ല രീതിയിൽ എനിക്ക് സെറ്റായിട്ടുള്ള, അതായത് നല്ല പോലെ വർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് സൺസ്ക്രീനുകളാണ് കേട്ടോ നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഒട്ടും നേരെ വൈകണ്ട ഏതൊക്കെയാണ് ആ പ്രൊഡക്ട്സുകൾ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ എനിക്ക് ഒട്ടും സെറ്റാവാതെ പോയ സൺസ്ക്രീൻ ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. എന്താ പറയുക, ഇതൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് കേട്ടോ. ഈ ഒരു ബ്രാൻഡുകളൊക്കെ മോശമാണെന്നുള്ളതൊന്നും അല്ല നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഒരു വശം ഉണ്ട് എന്ന് നിങ്ങളോട് ജസ്റ്റ് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയണത്. ആദ്യമേ തന്നെ എനിക്ക് ഒട്ടും തന്നെ സെറ്റാവാതെ പോയ ഒരു സൺസ്ക്രീനാണ്, വളരെ പോപ്പുലർ ആയ ഒരു സൺസ്ക്രീനാണ് നമ്മുടെ ന്യൂട്രിജീനയുടെ. ഞാൻ ഇതിൻ്റെ പിക്ചറൊക്കെ അവിടെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ന്യൂട്രിജീനയുടെ ഈ ഒരു സൺസ്ക്രീൻ, ഇത് ഞാൻ എപ്പോഴൊക്കെ ഇടണോ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുട്ടു പൊള്ളുന്ന ഒരു ഫീലാണ്. നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ പുകച്ചിൽ, ഭയങ്കര സ്കിന്നൊക്കെ നമ്മളിങ്ങനെ പൊളിഞ്ഞു പോണ ഒരു അവസ്ഥ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ഫീലാണ്. ഞാൻ എപ്പോഴൊക്കെ പലപ്പോഴായിട്ട് ഇതിനിപ്പോൾ ഞാൻ ഒരു വട്ടമാണോ അങ്ങനെയല്ല, അങ്ങനെ മാറി മാറി ഞാൻ പലപ്പോഴായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊക്കെയും ഈ ഒരു സെയിം ഒരു സിറ്റുവേഷനാണ്. അതായത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിൻ ഇങ്ങനെ പൊള്ളിപ്പോണ അവസ്ഥ, ഒരു ഭയങ്കരമായിട്ട് പുകച്ചില്. അതുകൊണ്ട് ഞാൻ അന്നത്തോടെ ഈ സംഭവം ഞാനിത് നിർത്തി. എനിക്ക് മനസ്സിലായി ഈ സംഭവം എനിക്ക് വർക്കാവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാനത് പിന്നെ യൂസ് ചെയ്യണത് നിർത്തി. അപ്പോൾ എനിക്കറിയില്ല ഇത് എനിക്ക് മാത്രമാണോ ഇങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിക്കണേന്നുള്ളത്. ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് എനിക്കത് ഒട്ടും തന്നെ സെറ്റായില്ല. നമുക്ക് ഇട്ട് പുറത്തിറങ്ങാൻ പറ്റണ്ടേ, എന്നാലല്ലേ. അപ്പോൾ അതും എനിക്ക് ഒട്ടും സെറ്റായിട്ടില്ല ന്യൂട്രിജീനയുടെ. അടുത്തത് ലോട്ടസിൻ്റെ, ഞാനിവിടെ പിക്ചർ കൊടുക്കാം. ലോട്ടസിൻ്റെ ഈ ഒരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ, ഇത് എപ്പോഴൊക്കെ ഇടുന്ന സമയത്തൊക്കെ എൻ്റെ കണ്ണിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരും. കണ്ണിന്ന് ഇങ്ങനെ നിർത്താണ്ട് വെള്ളം വരും, എപ്പോഴും ഫുള്ളിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഒട്ടും തന്നെ എനിക്ക് സെറ്റായിട്ടില്ല. പിന്നെ അതായത് ഭയങ്കര ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വൈറ്റ് കാസ്റ്റ് ഈ ഒരു സംഭവത്തിലായിരിക്കും. അത്രയ്ക്കും വൈറ്റ് കാസ്റ്റ്, അത് ഒട്ടും തന്നെ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ബ്ലെൻഡ് ആവില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതോട് കൂടിയിട്ട് ഞാൻ ഈ ലോട്ടസിൻ്റെ ഈ സംഭവം യൂസ് ചെയ്യണത് നിർത്തി. പിന്നെ അടുത്തത് വേറൊരു ഇതുണ്ടായിരുന്നത് നമ്മളുടെ ലാക്മേയുടെ, ഞാനിവിടെ പിക്ചർ കൊടുക്കാം. ലാക്മേയുടെ ഒരു സൺസ്ക്രീൻ, ഞാൻ ഒരുപാട് മുന്നേ ആണ് കേട്ടോ അത് യൂസ് ചെയ്തത്. ഇപ്പം വന്നിട്ടുള്ള ലാക്മേയുടെ അല്ല, മുന്നഴത്തെ അതിൻ്റെ ഒരു ജെൽ രീതിയിൽ വരുന്ന ഒരു സൺസ്ക്രീനാണ്. ഞാൻ അതിൻ്റെ പിക്ചർ ഞാൻ എക്സാക്ട് ഏതാണ് സംഭവം എന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഈ സാധനം ഈ പറയുന്ന പോലെ തന്നെയാണ്. ഞാനിങ്ങനെ ഫുള്ള് വേർത്ത് കുളിക്കും, ഇടുന്ന സമയത്ത് മുഴുവനും ഇങ്ങനെ വേർത്ത് കുളിച്ച്, എന്താ പറയുക, ഇത്രയും ആ സമയത്താണെങ്കിൽ ഇത്രയും ഞാൻ ഇങ്ങനെ വേർക്കുമെന്ന് തന്നെ എനിക്കറിയില്ല. അതുമാതിരി ഇങ്ങനെ വേർത്ത് കുളിച്ചുകൊണ്ടിരിക്കും സംഭവം. അങ്ങനെയുള്ളൊരു സൺസ്ക്രീൻ ആയിരുന്നു ഈ ഒരു ലാക്മേയുടെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ സംഭവങ്ങളൊന്നും പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെയ്ക്കും ഈ ഒരു സൺസ്ക്രീനുകളൊക്കെ ഞാൻ എപ്പോഴും അവോയ്ഡ് ചെയ്യാണ് പതിവ്. അപ്പോൾ എനിക്ക് മാത്രമാണോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്ന് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് സെറ്റായിട്ടുള്ള കുറച്ച് സൺസ്ക്രീനുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതായത് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത, അതായത് ഇട്ട് കഴിഞ്ഞാൽ വേർക്കാത്ത, അല്ലെങ്കിൽ പുകച്ചിലില്ലാത്ത, നല്ല രീതിയിൽ നമ്മളുടെ സ്കിന്നിൽ അബ്സോർബ് ആവുന്ന, അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോയിട്ട് ഭയങ്കരമായിട്ട് ഡാർക്കായിട്ട് അങ്ങനെയൊന്നും നമ്മുടെ സ്കിന്ന് ഡള്ളാക്കാത്ത, നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് സെറ്റായിട്ടുള്ള കുറച്ച് സൺസ്ക്രീനുകൾ നമുക്ക് നോക്കാം. ഓക്കെ, ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് സെറ്റായിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അതിൽ ഏറ്റവും ആദ്യത്തേത് അക്വാലോജിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ്. ഈ ഒരു വേരിയൻ്റ് ആണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. അതായത് നമ്മളുടെ ഈ ഒരു വാട്ടർമെലൺ, ഈ പിങ്ക് കളറിൽ വരുന്ന ഈ ഒരു സൺസ്ക്രീന്, ഇത് SPF 50 3 PA+ ഉള്ളതാണ് നമുക്ക് ഈ ഒരു സൺസ്ക്രീന്. ഇത് അത്യാവശ്യം നല്ല, അതായത് നമുക്ക് ഇങ്ങനെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല, വളരെ നമുക്ക് സാധാരണ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് അബ്സോർബ് ആവാനും ബ്ലെൻഡ് ആവാനും ഒക്കെ വളരെ ഈസിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ വേർപ്പിൻ്റെ അസുഖം അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ, പുകച്ചിൽ, ഇങ്ങനത്തെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. എസ്പെഷ്യലി ഈ ഒരു വേരിയൻ്റ് കേട്ടോ, മഞ്ഞ വേരിയൻ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് അതെനിക്ക് എന്തോ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ ഒരു വേരിയൻ്റ് ആണ് എനിക്ക് കുറച്ചും കൂടി നല്ല പോലെ സെറ്റായത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു നല്ലൊരു സൺസ്ക്രീൻ, 500 രൂപേൻ്റെ താഴെ, 300 സംതിങ് ആണ് ഇതിൻ്റെ വില വരുന്നത്, 350 മറ്റോ ആണ് ഞാൻ മേടിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നല്ലൊരു സൺസ്ക്രീനാണ്.
അടുത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്, സംഭവം ഞെട്ടിച്ച് കളഞ്ഞു. അതാണ് എനിക്ക് മനസ്സിലായത്. ഒരു കാര്യം നമ്മൾ ഉപയോഗിച്ച് നോക്കാതെ നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യരുത് എന്ന് പറയുന്നത് അതാണ് സംഭവം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ഡെർമാക്കോന്റെ ഈ ഒരു 1% ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ അക്വാ ജെൽ എന്നാണ് ഇതിന്റെ പേര്. മറ്റേ നമ്മൾ മുന്നേ കാണിച്ചതിനൊക്കെ കുറച്ചൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു വൈറ്റ് കാസ്റ്റ് നമ്മൾ ഇടണ സമയത്ത് ഒരു ചെറിയൊരു നമുക്ക് ഇങ്ങനെ ഒരു ആ വൈറ്റ് കാസ്റ്റിന്റെ ചെറിയൊരു ഇതുണ്ടെങ്കിൽ ഇതിൽ 1% പോലും വൈറ്റ് കാസ്റ്റ് ഇല്ല. നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ആവും, അങ്ങനെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. അങ്ങനത്തെ ഒരു ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു സൺസ്ക്രീൻ ആണ് ഇത്. SPF 50 ഉണ്ട്, അതേപോലെ തന്നെ 4 PA+ ഉള്ള അടങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഒട്ടും തന്നെ ഭയങ്കരമായിട്ട് തിക്കായിട്ടുള്ള സംഭവങ്ങളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും നല്ലപോലെ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സംഭവം. ഒട്ടും തന്നെ ഈ പറഞ്ഞ പോലെ വേർക്കുക, അല്ലെങ്കിൽ നമ്മൾ ചില സൺസ്ക്രീനെ കണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്ക് ആവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത് എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു വേറൊരു സൺസ്ക്രീനാണ്. അടുത്തത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 500 രൂപേൻ്റെ താഴെയുള്ള ഒരു നല്ലൊരു സൺസ്ക്രീൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് ഈ ഒരു സൺസ്ക്രീൻ. നമ്മളുടെ ഡോക്ടർ ഷെയ്ഡ്സിന്റെ സെറമൈഡ്സ് ആൻഡ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള SPF 50 ഉണ്ട്, അതേപോലെ തന്നെ PA++ ഉള്ള ഈ ഒരു സൺസ്ക്രീൻ കേട്ടോ. ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഒക്കെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്. മുന്നേ കാണിച്ചതിനൊന്നും അത്ര വൈറ്റ് കാസ്റ്റ് ഇല്ല, പക്ഷെ ഇതിനൊരു കുഞ്ഞു പെർസെൻറ്റേജ് വൈറ്റ് കാസ്റ്റ് ഉണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്കിത് അബ്സോർബ് ആവും. അതായത് ഇതിന് നമ്മൾ ചില സൺസ്ക്രീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പുട്ടിയടിച്ച പോലെ ഇരിക്കില്ല, ഇത് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഇടണ സമയത്തുണ്ട്, പിന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ ഒരു 30 സെക്കൻഡിലൊക്കെ നമുക്കത് നന്നായിട്ട് അബ്സോർബ് ആയി പോകും. അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഇതിടുന്ന സമയത്ത് നമുക്ക് വേറെ പ്രത്യേകിച്ച് മോയ്സ്ചറൈസറും കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ ഓൾറെഡി മോയ്സ്ചറൈസർ ഒരു ഇത് അടങ്ങിയിട്ടുണ്ട്, അങ്ങനത്തെ ഒരു സെറമൈഡ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് മോയ്സ്ചറൈസറും കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല ഈ ഒരു സൺസ്ക്രീനിന്റെ കാര്യത്തിൽ. ഇത് അത്യാവശ്യം എല്ലാ രീതിയിലുള്ള അതായത് എല്ലാ സ്കിൻ ടൈപ്പിലുള്ള ആൾക്കാർക്കും സ്യൂട്ട് ആവുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. അതായത് മുന്നേ കാണിച്ചതിനേക്കാളും കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ്. അതായത് ഭയങ്കര ലൈറ്റ് അല്ല, മുന്നേ കാണിച്ചൊക്കെ ചെറിയൊരു ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചൊരു നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിലുള്ള ആൾക്കാർക്കും യൂസ് ആക്കുന്ന രീതിയിലുള്ള ഒരു സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഇതും എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. അടുത്തത് ഈ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഈ ഒരു വിഷ് കെയറിന്റെ നയാസിനമൈഡ് ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ ലൈറ്റ് മാറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ മാറ്റ് ഒന്നും അല്ല കേട്ടോ. ഇതിൽ ഇവർ എന്താണ് മാറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ മാറ്റ് ആയിട്ടൊന്നും അല്ല ഇരിക്കുന്നത്, പക്ഷെ ഒരു ചെറിയൊരു ഇങ്ങനെ ഡ്യൂയി അങ്ങനത്തെ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ സംഭവം ഒരു വെള്ളം പോലെയുള്ള ഒരു സംഭവമാണ്. അതായത് മറ്റേതൊക്കെ കുറച്ചൊരു ക്രീം അങ്ങനത്തെ ഒരു ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ ഇത് പറ്റേ വെള്ളം പോലെ ഇരിക്കും, നമ്മൾ വെറും വെള്ളം പോലെ ഇരിക്കും. അത് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വരുന്നത്. ഇത് നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. നമുക്ക് പക്ഷെ ഇത് പെട്ടെന്ന് തീർന്നു പോകും. നമുക്കിങ്ങനെ കുറച്ചധികം ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ട് അങ്ങനെ പെട്ടെന്ന് തീർന്നു പോകും, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ SPF 50 ഉള്ളതാണ്, അതേപോലെ തന്നെ PA++ ഉണ്ട്. സംഭവം എല്ലാം സെറ്റാണ്. പിന്നെ എന്താ പ്രശ്നം, മറ്റേതൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് ഫേസിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തീർന്നു, അങ്ങനത്തെ ഒരു കാര്യമുള്ളൂ. ഇതിനും 300 സംതിങ് തന്നെയാണ് വില വരുന്നത്. 300 എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഞാനിവിടെ അതിൻ്റെയൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഓയിലി സ്കിന്നൊക്കെയാണ് അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് തിക്കായിട്ടുള്ള കുറേ നേരം ഇങ്ങനെ തേച്ച് നമുക്ക് പിടിപ്പിക്കാനൊന്നും സമയമില്ല എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തത് അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ ഒന്നും അല്ല കേട്ടോ. അത്യാവശ്യം പ്രൈസ് ഉണ്ട്, 1000 രൂപൻ്റെ ഒക്കെ അടുത്ത് വില വരുന്നുണ്ട്. ഓഫറിൽ പോയാലും 1000 രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നന്നായിട്ട് സ്കിൻ കെയറിലൊക്കെ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ സംഭവമൊന്നും അല്ല, ഈ കാണിച്ച പോലത്തെ ഒരു സൺസ്ക്രീൻ ഒക്കെ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു മോയ്സ്ചറൈസർ എങ്ങനെയാണോ ഇടുന്നത് അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ള ഒരു നല്ലൊരു പെട്ടെന്ന് നമ്മളുടെ ഫേസിലൊക്കെ അബ്സോർബ് ആയി പോകുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്ന, ഒരു വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത കുറച്ചൊരു എന്താ പറയുക, ഈ പറഞ്ഞ പോലെ കൊറിയൻ ബ്രാൻഡ് ആയതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്രയും ഹൈപ്പ്. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും നമ്മളപ്പോൾ മറ്റേ കാണിച്ച പോലെയൊക്കെ തന്നെയാണ് ഇതുള്ളത്, വേറെ ഒന്നും ഇല്ല. എന്തായാലും സൺസ്ക്രീൻ ഒരു 2 മണിക്കൂർ മാക്സിമം ഒരു 2.5 മണിക്കൂറൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഒരു എഫക്റ്റ്. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ റീഅപ്ലൈ ഒക്കെ ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ബ്യൂട്ടി ഓഫ് ജോസന്റെ ഈ ഒരു സൺസ്ക്രീൻ SPF 50 ഉള്ള അല്ലെങ്കിൽ PA++ അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ തന്നെയാണ് ഇതും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ.
അടുത്തത് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ഒക്കെയാണ്, ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ SPF 50 അതേപോലെ തന്നെ PA++ അടങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇതും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നന്നായിട്ട് നമ്മുടെ സ്കിന്നിലൊക്കെ പെട്ടെന്ന് അബ്സോർബ് ആവും, വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് യൂസറിൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് നല്ല ഭയങ്കര ബ്രാൻഡഡ് അങ്ങനത്തെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് അത്യാവശ്യം പ്രൈസ് ഉണ്ട്, ഒരു 1300 രൂപേൻ്റെ ഒക്കെ അടുത്ത് വില വരുന്നുണ്ട്. പക്ഷെ നല്ലതാണ്, നല്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ ഈ പറഞ്ഞ പോലെ അബ്സോർബ് ആവും, നല്ല രീതിയിൽ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് യൂസറിന്, അതുകൊണ്ടായിരിക്കും ഇത്രയും പ്രൈസ് ഒക്കെ വരുന്നത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ വേറെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് സെറ്റായ എല്ലാ സംഭവങ്ങളും കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് വർക്ക് ആവാതെ പോയ സൺസ്ക്രീൻ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കൂടി കാണാം.